ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വീടിൻ്റെ നനച്ചുകുളിയാ ഫ്രണ്ട്സ് ഇന്ന്. അപ്പോൾ സാധാരണ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ലേറ്റ് ആവാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ നേരത്തെ നനച്ചുകുളി കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ സുഖമാവല്ലോ. ഇന്ന് എന്താ ലേറ്റ് ആവാൻ കാരണം വേറെ ഒന്നല്ലോ കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ സ്കൂളിൽ ലീവായി എന്നും ഉമ്മമാരുടെ കൂടിയിലാക്കാരം. പിന്നെ വരുമ്പോൾ 2-6 ദിവസമൊക്കെ 5-6 ദിവസമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ടൈം ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മറ്റന്നാൾ ഫ്രണ്ട്സ് നോമ്പ് ഇന്നിങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് എല്ലാ പണിയും കഴിക്കണം. ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഈ വീട്ടിലോട്ട് താമസം മാറിയപ്പോൾ കുറച്ചധികം പണി എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നനച്ചുകുളി എന്ന് പറയുമ്പോൾ അന്നും പാടൊന്നും എടുത്താലല്ല അതിൻ്റെ രസം കിട്ടുള്ളൂ ഫ്രണ്ട്സ്. ഞങ്ങൾ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ റമദാനൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ചായ ഒന്നും കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ ഇന്നൊന്നും ഉമ്മച്ചി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് വേറൊന്നുമല്ല, ഇന്ന് നനച്ചുകൂളിയല്ലേ. അപ്പോൾ വേറെ കുറേ പണികളുണ്ട്. അപ്പോൾ അപ്പോൾ റമദാനിൽ നമ്മൾ ഡാൻ മൈ ലൈഫ് എടുക്കും. അപ്പോൾ എനിക്ക് ഇൻഷാ അല്ലാ ഫുള്ള് നോൽക്കണം എന്നാണ് ആഗ്രഹം. എന്താവും അവസ്ഥ എന്നറിയില്ല. അപ്പോഴത്തെ ഒരു ഇതിൽ പോലെ നടക്കും. അപ്പോൾ ഇനി റമദാനിൽ സ്കൂളുണ്ട്. എങ്ങനെയാണ് നോമ്പ് നോറ്റ് സ്കൂളിലോട്ട് പോകാൻ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങണം, എവിടുന്ന് നിൽക്കണം ഒന്നും അറിയണില്ല. കാരണം ഇത്രയൊക്കെ പണികളുണ്ട് ഫ്രണ്ട്സ്. കുറേ പണിയുണ്ട്. ചെറിയ വീടാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറേ ചില്ലറ പണികളാണ് ഫ്രണ്ട്സ്. സ്റ്റാർട്ട് ചെയ്താലോ? കമോൺ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് എവിടുന്ന് തുടങ്ങണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലേ ഞാൻ മാത്രമാണ് പണിയെടുക്കുന്നത്? അല്ല കേട്ടോ, ഉമ്മയുണ്ട്. അപ്പോൾ ഉമ്മച്ചിയാണ് ഏകദേശം പണിയൊക്കെ എടുക്കുന്നത്. ഞാൻ ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ കവർ ഉമ്മച്ചി അവിടെ തിരുമ്മാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിടണം. അപ്പോൾ ബെഡ്ഷീറ്റൊന്നും കുറേ തിരുമ്മാനുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മച്ചി തിരുമ്പുമ്പോൾ ഞാൻ അത് പീനിട്ട് തോരിയിടുക അല്ലെങ്കിൽ എല്ലാവരും ചില്ലറ പണിയെടുക്കണം. കുറേ എവിടുന്ന് തുടങ്ങണമെന്നുള്ള ഐഡിയ കിട്ടി. കുറേ പണികളുണ്ട് ഫ്രണ്ട്സ്. ഇനി റൂമത്തുമ്പാടെ നമുക്ക് ബെഡ്ഷീറ്റ് എടുക്കാനുണ്ട്. ഞാൻ കല്ലിൻ്റെ അവിടെ പോയിട്ട് വരാം കേട്ടോ. വാ, ഇനി ഈ റൂമിൽ നിങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ട്സ്. കുറേ പണികളുണ്ട്. അപ്പോൾ ഇന്നൊക്കെ വൃത്തിയാക്കി എടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം ഈ റൂമിലത്തെ ബെഡ്ഷീറ്റ് എടുക്കട്ടെ. നിസ്കാരക്കുപ്പായൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ട് നമ്മളെ മുറ്റത്തെ തിരുമംഗലിൻ്റെ അവിടെ കൊണ്ട് വെക്കട്ടോ ഫ്രണ്ട്സ്. ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ പാടെ കൊണ്ടൊന്നും എനിക്കറിയില്ലല്ലോ. ഓക്കെ, നമ്മുടെ പുതപ്പും ഇരിപ്പൊക്കെ നമ്മൾ അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഇനി തിരുമ്പണം. അപ്പോൾ വെയിലാറിയിട്ട് തിരുമ്പ. ഇനി ബാക്കിയുള്ള പണികൾ എടുക്കാട്ടോ. നമുക്ക് കുറേ പണികളുണ്ട്, ഭയപ്പെടേണ്ട, കുറേ ഉണ്ട് പണികൾ. അപ്പോൾ നമുക്കിനി ഉള്ളത്തെ പണി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ദാഹിച്ചല്ല കുഴങ്ങിയിട്ട് ഞാൻ കുറച്ച് വത്തക്കൻ്റെ ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. വത്തക്ക എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുത്തി അടിച്ചിട്ട് അതിലോട്ട് പഞ്ചസാര ഇട്ടു, രണ്ടെല്ലാം പറഞ്ഞു. എനിക്ക് ദാഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലേ എന്താ ഇത്ര പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന്. വേറൊന്നല്ല കേട്ടോ, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം ഫ്രണ്ട്സ്. അപ്പോൾ ഉമ്മച്ചിയുടെ കണ്ണ് പണിയെടുക്കുന്നുണ്ട്. ഞാനും ഉമ്മച്ചിൻ്റെ പണി അമ്മച്ചെടുക്കണത്. അങ്ങനെ ഉദ്ദേശിച്ച് വേറൊന്നല്ല കേട്ടോ. ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു ഉമ്മച്ചി പാത്രം കേൾക്കിക്കോ. പാത്രം പറയുമ്പോൾ നമ്മളെ കുപ്പി അങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കിച്ച് ഞാൻ പാത്രം കേൾക്കുകയാണെങ്കിൽ ഫുള്ള് വേണം നിലത്തോ പോകും. അതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞു ഞാൻ പാത്രം കേൾക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ നമ്മളെ ആ വാതിൽ ഇതൊക്കെ തുടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. ദാഹിച്ചിട്ട് ഫ്രണ്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വാട്ടർ മെലോണിൻ്റെ കുറച്ച് കുത്തി വെച്ചിട്ട് എനിക്ക് തണുത്തുള്ള ഒഴിച്ച് പഞ്ചസാരൊക്കെ ഇട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം നല്ല നമ്മൾ വത്തക്കൻ്റെ വെള്ളം എന്നാണ് ഉദ്ദേശിച്ചത്. ദാഹിച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ വാതിൽ അതുപോലെ തന്നെ ഈ ജനൽ കമ്പി തുടക്കൽ അങ്ങനത്തെ ചില പണി എനിക്കുണ്ട്. കാരണം പാത്രം എന്നെക്കൊണ്ട് ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ ചെയ്യുകയാണെങ്കിൽ ആകെ വെള്ളമാവും അടുക്കളയിലൂടെ. അതുകൊണ്ട് മിസ്റ്റർ ഞാൻ പാത്രം ചെയ്യാറുന്നു. അപ്പോൾ ഇമ്മച്ചി ഇങ്ങനെ ഇഷ്ടമല്ല. ഇമ്മച്ചി സാധാ നോർമൽ ഇമ്മച്ചി സാധാ പോലെ വത്തക്ക കഴിക്കണം അമ്മച്ചിക്ക് ഇഷ്ടം. നിങ്ങളുടെ നാട്ടിൽ ഈ വത്തക്കൊക്കെ എന്താ പറയുന്നത് പറഞ്ഞാൽ വത്തക്കാരൻ വാട്ടർ മെലനോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുഴപ്പമില്ല.
ഒരു ദിവസം അതിലെടുക്കുന്ന പഞ്ചസാരയാണ്. ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, വേറെ നല്ല കേട്ടോ. കുറച്ചും കൂടെ ഉരുക്കി വരാനുള്ള ടൈമൊന്നും ഇല്ലാത്തതാണ് കുറേ ഇട്ടു കേട്ടോ ഞാൻ. അല്ല ഫ്രണ്ട്സ്, വാട്ടർമെലണൊക്കെ ഞാൻ കഴിച്ചു, അതുകൊണ്ട് എൻ്റെ വിശപ്പ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനും വെച്ചും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ പഴം എണ്ണയിലിട്ട് വാട്ടാൻ വിചാരിച്ചു. നെയ്യുണ്ടോ മോടെ? നെയ്യിലിട്ട് വെക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാട്ടർമെലോണിൻ്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കുടിച്ചു. ഇനി എനിക്ക് വിശപ്പുണ്ട് ഫ്രണ്ട്സ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം ഈ ഒരു പണി ആയതുകൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. രാവിലെ പണി തുടങ്ങാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ പഴം എണ്ണയിലിട്ട് വാട്ടാം. ഞാനിപ്പോൾ കടയിൽ പോയിട്ട് കൊടുത്തതാണ് കേട്ടോ പഴം. ഇപ്പോൾ ഫ്രിഡ്ജ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലത്തെ ആ ഒരു ഒന്നും അതിനെന്താ പറയുക എനിക്കറിയില്ല, ഫ്രിഡ്ജിൻ്റെ ആ സംഭവങ്ങളൊക്കെ അത് കഴുകാൻ തന്നെ ഉള്ളൂ. ബാക്കി ഫ്രിഡ്ജിൻ്റെ ശരീരം ഞങ്ങൾ കഴുകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വെക്കുന്ന ആ സാധനമല്ലേ, ഒരു ചില്ല് പോലത്തെ, അതൊക്കെ കഴിക്കാനുള്ളൂ. നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് പണിയെടുക്കണമെങ്കിൽ എനർജി വേണ്ട ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ, രണ്ടാൾക്ക് വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നെയ്യിലിട്ട് വാട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പഴം, അയ്യോ ഞാൻ ആൾക്കാർ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണ്. ഇമ്മച്ചിയുടെ ഫ്രിഡ്ജ് കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ പോട്ടോ. ഞാനാണ് ഇമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഭയങ്കര വെയിലാണ് ഫ്രണ്ട്സ്, പുറത്ത് കറങ്ങാൻ വയ്യ, അത്രയ്ക്കും വെയിലാണ്. നമ്മുടെ ആ ഒരു പതപ്പ് വിരിപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ചൂടറിയോ. ഫുള്ള് വേണം വെച്ച് പകുതി പോരെ, നല്ല പൊന്തുവാവും. എന്നെ കൊണ്ട് ഉമ്മച്ചി ഫ്രിഡ്ജൊന്നും എനിക്ക് റെഡിക്ക് തുടക്കാൻ അറിയില്ല, ഇനി അതുകൊണ്ട് ഉമ്മച്ചി തുടക്കാന്ന് പറഞ്ഞു. ബാക്കിയല്ലേ ഞാൻ ചെയ്യാം. എന്നമ്മ ധീരൻ ഞാൻ കഴിക്കണോ? അങ്ങനെ ഫ്രണ്ട്സ്, ഏകദേശം ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ക്ലീനാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് എടുക്കാനുള്ള പണി തന്നെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഇനി ഞങ്ങള് ഇപ്പടുത്തൊന്നും ഫ്രിഡ്ജ് കഴുകിയിട്ടില്ല, അതാണ് നിങ്ങളുടെ ഒരു അവസ്ഥ കേട്ടോ. കുട്ടപ്പനാക്കാൻ പോകണെന്ന് അയ്യോ, വെറുതെ അല്ലേ പക്ഷെ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി തന്നെ. സാധാ പോലെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ലിക്വിഡൊക്കെ വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ ഞങ്ങളുടെ ഫ്രീസറത്തെ ഐസൊക്കെ നമുക്ക് മണാലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് മഞ്ഞ് വാരുക. ഉണ്ടോ ഇപ്പോൾ ഉരുകി വരുന്നുണ്ട്. ഫ്രിഡ്ജ് ഓഫ് ആക്കിയോണ്ട് ഉരുകി വരുന്നുണ്ട്. നേരത്തെ ഈ മഞ്ഞിൻ്റെ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് നോക്കൂ നിങ്ങൾ, കണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ജനലും കാര്യങ്ങളൊക്കെ തുടക്കാനുണ്ട്. മറ്റേത് ഫ്രിഡ്ജ് പോലെ തുടച്ചിട്ടുണ്ട്. ഇനി അതിലുള്ള
സംഭവങ്ങളൊക്കെ, അതായത് അതിൻ്റെ ഓരോ തട്ട് അത് കഴുകാനുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജനലൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടേക്ക് താമസം മാറിയപ്പോൾ തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് എന്തായാലും നമ്മൾ നനച്ചുകൂടി അറിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ വേണ്ടേ. പുറത്തുനിന്ന് എടുത്താൽ തോന്നും എനിക്ക് നല്ല വൃത്തിയാണല്ലോ. എങ്ങനെ എങ്ങനെ കമ്പി എന്തോ സാധനം കുത്തിന്നെ കമ്പി പറയും എന്തോ ഉടിക്കപ്പിന്റെ കാലിൽ ഓഫ് എന്ത് കുത്തി എന്താ അറിയില്ല ഗായ്സ്. എന്റെ കാലിലൊരു പത്തിന്റെ കാലിൽ ചെറുതായിട്ട് പരുക്ക് പറ്റി. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. കാണിച്ചുതരാം ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി മാല തട്ടാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ എനിക്ക് കഴിയുന്നതേ ഉള്ളൂ. അധികമൊന്നും തട്ടാനൊന്നുമില്ല. എങ്കിലും കണ്ടോണ്ട് ഈ മരത്തെ റൂഫൊക്കെ ഒന്ന് ദിവസം തട്ടാൻ കേട്ടോ. സീലിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ തട്ടുമ്പോഴേ ആ കല്ലിൻ്റെ പൊടിയൊക്കെ ചാടുന്നുണ്ട്. വീട് സീലിംഗ് തേച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഓടാത്ത ക്ലോക്ക് നമ്മളവിടെ വെച്ചിട്ടുള്ള കണ്ടോ ഫ്രണ്ട്സ്. അടിക്ക് നോക്കൂ, ആകെ ചാടിയിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മാറിലെ തട്ടാണെങ്കിൽ മോളിച്ച് എല്ലാവരും. ഹലോ. അപ്പൊ നമുക്കിനി നമ്മുടെ ജനലും വാതിലൊക്കെ തുടക്കാനുണ്ട്. ഉമ്മച്ചി അവിടെ എനിക്ക് മറല തട്ടുന്നുണ്ട്. ഇപ്പൊ റൂമൊക്കെ മറല തട്ടുന്നുണ്ട്. കുറേ പണികളുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോഴും നമ്മുടെ വീടിന്റെ കാൽഭാഗം പോലെ എത്തിയിട്ടുള്ള പണികൾ എടുത്തിട്ട് നമ്മുടെ വീട് തേക്കാത്തോണ്ടേ നമ്മളെ ആ സിമ്മന്റിന്റെ ഒരു മണം വരുന്നുണ്ട്. പാലപ്പൊടിന്റെ വെള്ളം തട്ടുമ്പോൾ. കാലില് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അറിയില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. വെള്ളം എടുക്കാൻ പോയപ്പോഴേ പറ്റില്ല. എന്താവോ. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഫ്ലവറിന്റെ ഈ വേസ്റ്റിൽ അതൊക്കെ ജസ്റ്റ് തുടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് തുടച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ജനലിന്റെ വാതിലുംപാട് തുടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏകദേശം ഇത് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ജനലിന്റെ വാതിലുംപാട് ഒന്ന് തുടക്കാം. ഗായ്സ് ഇനി നമുക്ക് ജനലിന്റെ വാതിൽ തുടക്കാനുണ്ട്. എത്താത്തത് നമ്മുടെ ഈ ഒരു തെമ്പിന്റെ മുകളിൽ കയറി തുടക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഡൺ. അല്ല ഈ വാതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഈ വാതിലും പാടെ തുടക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. എല്ലാ മുക്കും മൂലം നമ്മൾ വെറുതെ വീടാതെ തുടച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വാതിലൂടെ തുടച്ചാൽ മതി. ഡൺ. അപ്പോൾ ഇവിടെയൊക്കെ തുടക്കാണ്ടല്ലേ. ഇവിടെയൊക്കെ ഓൾറെഡി തുടച്ചതാണ്. പൊടിയൊക്കെ ചെതലിൻ്റെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഡൺ. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മുടെ ഈ ഒരു വാതിൽ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇനി തുടക്കണ്ടേ. കമോൺ ഗൈസ്. മൊത്തം നല്ല പൊടി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ചെറിയൊരു പരിക്ക് പറ്റി ഫ്രണ്ട്സ്. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു പരിക്ക് എത്തിയിട്ടുള്ളൂ. എൻ്റെ കാലിൽ എന്തോ കുത്തി ഇടിച്ചു ഫ്രണ്ട്സ്. വേറെ വെള്ളം നമ്മൾ വെള്ളം എടുക്കാൻ നേരത്തെ പോയപ്പോൾ അവിടുന്ന് എന്തോ കല്ല തോന്നണം എനിക്ക്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ മുറിവ്. അത്ര വലിയ മുറിവൊന്നും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഉമ്മച്ചി എനിക്ക് വാട്ടർ മെലൺ കൊടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഉമ്മച്ചി എനിക്ക് വാട്ടർ മെലൺ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പോയി, അത് പോയി. അതായത് വാട്ടർ മെലൺ ഉദ്ദേശിച്ചത് നമ്മുടെ വത്തക്കയാണ്. നിങ്ങൾക്ക് വത്തക്ക സ്ഥലം നമ്മുടെ മലപ്പുറം നാട്ടിലെ വത്തക്ക എന്ന് പറയും, ബത്തക്ക എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാൻ? ഞാൻ കുറേ തണ്ണിമത്തെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല ജസ്റ്റാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് വാട്ടർ മെലൺ. അപ്പോൾ ഞാൻ കഴിച്ച് തീരാറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് നല്ല ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നല്ല തണുത്ത വാട്ടർ മെലൺ. എൻ്റെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നാണ് ഈ വാട്ടർ മെലൺ. കൊള്ളാം. ഇനി കുറേ പണിയെടുക്കാണ്ട് കഴിക്കാൻ ടൈമില്ല. കമോൺ ഗയ്സ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഉണക്കാൻ വെക്കാം. അവിടെ വെയിലത്ത് നമ്മൾ ഫ്രണ്ടിൽ റെഡി. ഓക്കെ, അതങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ റൂമിൻ്റെ സോക്കേസുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്. ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടു വെക്കും. നമ്മളെ ഇവിടെ ക്ലിയർ ഇല്ല ഫ്രണ്ട്സ്. ഒന്നാമത് ഫോണിൻ്റെ ക്ലിയർ ഇല്ല, രണ്ടാമത് ഇവിടെ ഇരുട്ടാണ്. ഇവിടെ അങ്ങനെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ പെയിൻറ് അടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ലൈറ്റ് കിട്ടില്ല. അതാണ് കേട്ടോ ചെറിയൊരു പ്രശ്നം. നമ്മൾ ഇൻഷാല്ലാ അടുത്ത് വീഡിയോയിൽ സെറ്റാക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നമുക്ക് നമ്മുടെ ജനലും ഇതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. റൂമിലത്തെ ജനലും വാതിലൊക്കെ അത് നമ്മൾ പുറത്ത് പോയിട്ട് ക്ലീൻ ആക്കേണ്ടി വരും. ജനലിൻ്റെ വാതിൽ നമ്മൾ പുറത്ത് പോയിട്ട് ക്ലീൻ ആക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലത്തെ ജനൽ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. പണിയിലാണ്. അപ്പൊ ഉമ്മച്ചിന്റെ ബുദ്ധി മുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് നേരത്തേക്ക് അപ്പൊ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവിടെ വെച്ചിട്ട് അങ്ങനെ ഓരോ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ ചിലതിൽ ക്ലിയറും ക്ലാരിറ്റിയൊക്കെ കുറവാക്കാനും പക്ഷെ ക്ഷമിക്കുക. നമുക്ക് ഈ സോക്കേസ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ആ നമ്മളെ ജനലൊക്കെ തുടച്ചിട്ട് വെള്ളം ചിന്തിയിട്ട് വീണ്ടും വേറെ വെള്ളം എടുത്ത് കൊണ്ടു. കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് തുടക്കും, എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് വീണ്ടും തുടക്കാട്ടോ ചെയ്യണത്. കാരണം എനിക്ക് 2 വട്ടം നമ്മുടെ സോക്കേസാണ് ജനലൊക്കെ തുടക്കണം കേട്ടോ. അതെനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഗതിയിലാണ്. ഞാൻ 2 വട്ടം സോക്കേസാളും ജനലൊക്കെ തുടക്കും കേട്ടോ. എന്തായാലും നമ്മൾ നനച്ചുടി പണിയാണില്ല, അപ്പൊ നമ്മൾ മുതൊക്കെ തുടക്കണ്ടേ. അപ്പൊ അങ്ങനെ വൃത്തിയായിട്ടില്ല വിചാരിച്ചാൽ 2 വട്ടം തുടക്കുകയെ. ഇത് 3 അട്ടിയാണ്. ഇവിടെ 4 1 2 3 പിന്നെ മേളിൽ 1 ഉണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോയിലാകെ 2 മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എൻ്റെ ഫേവറേറ്റ് ബമ്മൻ്റെ ഇവിടെ ഈ വയറിൻ്റെ ഇവിടെ വെച്ചൊരു ഹാർട്ടാണ്. ഇത് ഞാനിവിടെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കട്ടിലിൻ്റെ ഈ ഒരു സംഭവം അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. അതൊന്ന് തുടക്കാണ്ട് അതുപോലെ തുടച്ചാണ് ഈ റൂമത്തെ ഫുള്ള് ക്ലീനാണ്. നമ്മുടെ അലമാരയുടെ തുടക്കാനുണ്ട്. അത് കഴിഞ്ഞ ഈ റൂം ഫിനിഷ് ആയി. ഈ റൂം ജസ്റ്റ് ഒന്ന്
അടി തുടക്കാനേ ഉള്ളൂ. അപ്പോൾ ഫിനിഷായി. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബെഡിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് കാരണം എനിക്കറിയില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തുടക്കാണ്ട്. അപ്പോൾ അത് തുടച്ചിട്ട് എന്നിട്ട് ഫാൻ തുടക്കണം. അപ്പോൾ എല്ലാം തുടക്കാനുണ്ട്, കുറേ തുടക്കാനുണ്ട്. അപ്പോൾ നേരത്തെ ഞങ്ങളുടെ ഒരു വഴക്കാണ് കൂടി ഫ്രണ്ട്സ്. ഉമ്മച്ചി കിച്ചണത്തെ പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ. കിച്ചൺ എനിക്ക് ഇഷ്ടം എന്താണ് പണിയൊക്കെ ഇഷ്ടമില്ലാന്നല്ല, കിച്ചൺ എന്താവോ എനിക്ക് കിച്ചണ് ഞാനെനിക്ക് ഭയങ്കര ശത്രുത ഉണ്ട് തോന്നുന്നു. എനിക്ക് കിച്ചണിലെ പണി ഒട്ടും ഇഷ്ടമില്ല. കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പത്രം കഴിക്കാനോ അതിലത്തെ അതൊന്നും എനിക്കിഷ്ടമില്ല. ഇങ്ങനെ ഹാളത്തെ കാര്യങ്ങൾ ഞാൻ ഫുള്ള് നോക്കാൻ പറഞ്ഞു ഉമ്മാനോട്. അതെന്തായാലും ഞാൻ ഈ ഒരു ഇത് തുടക്കട്ടെ കേട്ടോ. കുറേ പണിയുടെ ഫ്രണ്ട്സ്, പെട്ടെന്ന് തുടച്ചു പോണേ. ഞാൻ ഇടയ്ക്കിടത്ത് ക്യാമറയ്ക്ക് നോക്കട്ടെ, കാരണം ഇത്രയും ഇങ്ങനെ എടുത്ത് ക്യാമറ കട വെച്ച് ഫോണക്കട വെച്ച് ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നഷ്ടാവില്ലേ. അതുകൊണ്ട് ബ്ലഡ് ചോര ചോര എന്റെ കജ്ജില് ചോര. ചോരായത് ശീലെന്തേലുണ്ട്, പക്ഷെ പെട്ടെന്ന് അത് കുഴപ്പം. ഞാൻ എവിടേക്കാണ് ഓടണേ ന്യൂസേ? വാ, കുപ്പിച്ചില്ലെത്തിയതല്ലേ? കുപ്പിച്ചില്ലല്ലേ? ഏത്? അത് വേറൊന്നും അല്ലല്ലോ. എന്നാ വാ, ശീല തരവാവേ. അത് നിൽക്കും. ഇങ്ങോട്ട് വാ, ചെറിയ മുറിയല്ലേ? ഇങ്ങോട്ട് വാ, നോക്കട്ടെ. മിച്ചി ഇതെന്താ കാണിച്ചു തരാ തിന്നൂസേ? വാ, ഞാൻ കെട്ടിത്തരവാ. ഇന്നുവോ അവിടെ മുറിവ് നോക്കട്ടെ, നോക്കട്ടെ മുറിവ് നോക്കട്ടെ. ഇതാ ബ്ലഡ് ചോര നിക്കണില്ല. ഈ റൂം നമ്മൾ ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എൻ്റെ കൈ കണ്ടോ, ചോര എപ്പോഴും നിൽക്കില്ല. അപ്പോൾ ജസ്റ്റ് ശീലൊക്കെ ഉണ്ട്, ഒരു കോട്ടൻ്റെ ഒരു ശീല എടുത്തിട്ട് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തുടച്ചൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ റൂം നല്ല ക്ലീൻ ആക്കി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ നമ്മുടെ ഈ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വന്നിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് നമ്മൾ തിരുമ്പാൻ കൊണ്ടുവച്ചിട്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ കയ്യിൽ മുറിവ് പറ്റിയോണ്ട് ഫ്രണ്ട്സ് ശരിക്കും തോന്നാ എൻ്റെ ചോര അവിടെയൊക്കെ ആകെ പോന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ചോരയാണ് എൻ്റെ. കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ ഇതൊക്കെ ചോരയാണ്. കണ്ടോ, ഇത് കണ്ടോ. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. നമ്മൾ എന്തായാലും ഇതൊക്കെ ഫാനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മുറി പറ്റിയത്. ഞാൻ ഇവിടെ എന്തറിയില്ല, നേരത്തെ കാലിലാണ് എന്തോ കല്ലെന്തോ ഇടിച്ചിട്ട് നല്ല നീക്കിലും ചോരൊക്കെ ഇതുപോലെ ഒഴിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അതാ. അപ്പോൾ നമ്മളിതൊക്കെ ഈ റൂം എന്തായാലും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ക്ലീൻ ആക്കാമല്ലോ. ഇനി ഇവിടെ തുടക്കാനും അടിച്ചു വരാനും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഹാളിലാണ് ഒന്നും പാടെ. ഹാളിൽ നമ്മൾ ഈ ജനലും വാതിലൊക്കെ തുടച്ചിട്ടുണ്ട്, മാർബിൾ തട്ടിയിട്ടുണ്ട്. ഇനി തുടക്കാണ്ട് ഇവിടെ കൊതുക്കി വെക്കുകയാണ്. അതിൻ്റെ ടേബിൾ ആകെ കണ്ടോ, ആകെ കൊളായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കണം. എന്തായാലും നമ്മൾ ഈ ഒരു ഇവിടുന്ന് ഇതൊക്കെ മാറ്റിയാണ് സ്കൂൾ പൂട്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മൾ നോമ്പാകുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ഈ ഒരു ടേബിളത് വേണ്ടിയല്ലേ, ഫുഡ് ടേക്ക് ടേബിൾ വേണ്ടിയല്ലേ. അപ്പോൾ ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ആ റൂമൊക്കെ നമുക്ക് മാറ്റാം ഫ്രണ്ട്സ്. ഇനി അടുത്തത് ആ റൂമാണ് കേട്ടോ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്. ഈ ഒരു റൂമാണ് ക്ലീൻ ആക്കാനുള്ളത്. ഈ ഷോക്കേസിൽ വെക്കാം അതിൻ്റെ സാധനങ്ങളൊക്കെ. ഹായ്, അപ്പോൾ നമ്മൾ ഈ റൂമിലെത്തിയിട്ടുണ്ട്. ഈ റൂമിൽ നമ്മുടെ ഹാളിൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ റൂമിൽ ചെറിയ കുറച്ച് 2-3 ട്രോഫി ഉണ്ട്. അപ്പോൾ ആ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് തുടക്കുകയാണ്. അപ്പോൾ തുടക്കുമ്പോൾ ഒരുപാട് തുടക്കണ്ടേ, അപ്പോൾ കുറേ ഒന്നും ഇത് തന്നെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ
ചാടി. ഓക്കെ, പിന്നെ ഒരു 5 എൻ്റെ ഉമ്മമാരുടെ ഉള്ളിലുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് തുടക്കമാണ്. ഇത് ഫുള്ള് പഠിപ്പിസ്ഥിരൊന്നും അല്ല, ഇത് കിട്ടില്ല, പഠിക്കണൊന്നും കിട്ടിയിട്ടുള്ളത്. പുള്ളി ഡാൻസ് പാട്ട് അങ്ങനത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ മെഡലായിട്ട് അതിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്കെന്തോ ഫുൾ എ ഗ്രേഡോ ഒരു എ ഗ്രേഡോ ആയിട്ട് അങ്ങനെ കിട്ടിയതാണ്. ബാക്കിയെല്ലാം എനിക്ക് കലാപരമായിട്ടുള്ള ഇതിന് കിട്ടിയതാണ്. ഈ ട്രോഫി പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് ഉമ്മാൻ്റെ ട്രോഫിയാണ്. ഓക്കെ, ഇതങ്ങനെ വെക്കാം. ഇതിന് 2 സർട്ടിഫിക്കറ്റാണ്. ഇത് ഇവിടെ വെക്കാം. ഇപ്പൊ തൽക്കാലത്തിന് ഇങ്ങനെ വെക്കാം. ഈ ട്രോഫി പൊട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് വാർഷികത്തിന് കിട്ടിയതാണ്. ഇത് നമുക്ക് അങ്ങനെ വെക്കാം. ഇനി നമുക്ക് എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനുണ്ട്, അതും കൂടെ വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ റൂമിൽ എത്തിയിട്ടുണ്ട്. ഈ റൂമിൽ ഞാൻ അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് കുറച്ച് ട്രോഫിയാണ്, അത് ഇത്ര തന്നെ ഉള്ളൂ ഫ്രണ്ട്സ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ കുറച്ച് 5-6 ഉമ്മമാരെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്, ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനുണ്ട്, അതും കൂടെ വെക്കാം. ഫ്രണ്ട്സ്, കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ സ്കൂൾ ടീം എൻ്റെ ബുക്ക് ഇത് ചെട്ട പോലുണ്ട് ഫ്രണ്ട്സ്. കുറേ ബുക്സാണുള്ളത്. എന്താ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ റൂമിൻ്റെ ഷോക്കേസ് ഏകദേശം കുറേ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒതുക്കി വെക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു മേശടങ്ങി ഇത് എൻ്റെ ഫ്രണ്ട് പെൻസിലൊക്കെ ഇവിടെ വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യുള്ളൂ. ഇത് മെച്ചക്ക് പണ്ട് വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യണ സമയത്ത് വെച്ചിട്ട് വാങ്ങിയ ഇതാണ്. എൻ്റെ പെൻസിൽ സ്റ്റാൻഡ് ഇതൊക്കെ ഞാൻ ഇനി ഇവിടെ വെക്കുന്നത്. അങ്ങനെ ഈ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റ് അയ്യോ, ഈ ബാഗിൻ്റെ സിബൊക്കെ കൂട്ടാം. അപ്പം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ റൂമിൻ്റെ സോക്കേസും കാണാനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ച് വാരാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇത് ചോറിൻ്റെ കറിയാണത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടാണ് നമുക്ക് അടിച്ചാലുള്ളത്. ഈ മുറ എവിടെയാണോ ഇനി നമുക്ക് തുടക്കാതെ ഉള്ളൂ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞാൽ തിരുമ്പൽ ഉമ്മാൻ്റെ ജോലിയാണ്. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുക്കണം നമുക്ക്. അങ്ങനെ സെറ്റ് ആയി ഗൈസ്. ഫുൾ അടിച്ച് വാരിയിട്ടുണ്ട് നമ്മള്. ഗൈസ്, ഉമ്മച്ചി എനിക്കിതാ ടാങ്ക് വെള്ളം കലക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിക്കുന്നെങ്കിൽ ദാഹം. ഹലോ, ഇതിന് കാണാൻ പറ്റുന്നില്ല. ഹലോ, ഇനി നമുക്ക് ഹാളും 2 റൂമിൽ തുടച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാള് തുടക്കാണ്ട് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഹാള് തുടക്കണ വീഡിയോ എടുക്കാം. റൂം തുറക്കണ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഹാള് തുടക്കാണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതെൻ്റെ മുറിയാണ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇനി കിടക്കുകയാണ്. ഇത് കണ്ടോ, ഇനി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബ്ലഡാണ് കണ്ടോ. ഇതിൻ്റെ ബ്ലഡാണ്, ചോരയാണ് ഈ കാണുന്നത്. ഫുള്ള് എൻ്റെ ചോരയാണ്. അപ്പോൾ ഇതിൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല. അയ്യോ. ഹലോ, അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട്സ് അവസാനത്തെ പണിയാണ്. അവസാനത്തല്ല, അടുക്കളയും തിരുമ്പലും വെച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി ഫുള്ള് എൻ്റെ പണിയാണ്. പിന്നെ മാങ്ങ തട്ടലും ഉമ്മച്ചൊക്കെ ചെയ്ത് തന്നു. ഇനി ചില എന്നെ കൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാനും ചെയ്തു. ഇനി തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 റൂമിൽ തുടച്ചിട്ടുണ്ട്. ഇനി ഹാള് മാത്രം തുടക്കാനുള്ളൂ. ഇനി അത് ഹാള് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഉണ്ട്. കിച്ചണ് ഇനി
അടിച്ചു വരാനും കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചൺ തുടക്കാം, പിന്നെ സിറ്റ് ഔട്ട്. അപ്പം ഇനി ഹാള് കുറച്ചൊരു കാണാം ഫ്രണ്ട്സ്. കമോൺ തുടക്കാം. നമ്മൾ രാവിലെ തുടങ്ങിയ പണി സമയം 3 മണിക്ക് കഴിഞ്ഞ്, രാവിലെ ഒരു 10:30 ആ ഒരു ടൈമിൽ തുടങ്ങിയ പണി ഇപ്പോൾ 3 മണിക്കാണ് കഴിയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പണി എന്തൊക്കെ എടുത്ത് കാണിച്ചു തരണ്ടേ? കമോൺ. ബെഡ്ഷീറ്റ് വിരിച്ചിടാണ്ട്, അതിന് കുറച്ച് ബെഡ്ഷീറ്റ് തിരുമ്പിയിട്ടിട്ടുണ്ട്. പിന്നെ അലമാരയിലാണ്. ഇനി കുഴങ്ങിയിട്ടുണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ വിരിച്ചിടാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിടില്ല, കിടക്കാൻ നേരത്തെ ആക്കാനും ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ കുഴങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ വൃത്തിയൊക്കെ ഇതാണ് നമ്മുടെ ഇവിടെ. ഇനി ഇത് ഉണങ്ങാൻ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സംഭവങ്ങളും കുപ്പികളൊക്കെ. കാല് ചെരുപ്പിട്ടിട്ടില്ല. ഇതിങ്ങനെയാണ് നമ്മുടെ വീടപ്പം. ഈ റൂമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നമ്മുടെ ഇവിടെയാണ് നമ്മുടെ റൂം. സാധനങ്ങൾ ഇത് കണ്ടോ. അപ്പോൾ ഇതിവിടെ ബെഡ്ഷീറ്റ് വിരിച്ചിടാണ്ട്. ഇനി ഈ റൂമിൽ വരികയാണെങ്കിൽ ഇതുപോലെയാണ് നിൽക്കുന്നത്, കണ്ടോ. ഹായ്. ഓക്കെ, ഇനി ഇനി നമുക്ക് ഈ ഒരു കിച്ചണിന് ഉമ്മച്ചി തുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, ആകെ വാടിയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ നമ്മുടെ നനച്ചുള്ളി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുറ്റുമ്പോൾ എടുക്കാനുള്ളത് അത് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കും. അപ്പോൾ ബൈ ബൈ. കൈൻ്റെ മുറി കണ്ടോ, കുഴപ്പമില്ല. പൊളിഞ്ഞു പോലെ നിൽക്കുക, ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായി. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ പണം ചെടിയിൽ കൂടെ ഞാൻ വീഡിയോ എടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റിയും ക്ലിയറൊക്കെ അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നെക്കൊണ്ട് കഴിഞ്ഞൊരില്ല എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് ഉമ്മച്ചി അധികം വീഡിയോസ് എടുത്ത് തന്നിട്ടില്ല. ഉമ്മച്ചിക്കും പണിയുണ്ട്, എനിക്കും പണിയുണ്ട്. ഉമ്മച്ചിയുടെ ഇടയിൽ പണി എടുക്കുമ്പോൾ ഞാൻ എൻ്റെ പണിയിൽ എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസും ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. വെയിലൊക്കെ കൊണ്ടിൻ്റെ മുഖം അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി കുളിച്ച് വരാം. ബൈ ബൈ.